ഹേ ഗായ്സ്, വെൽക്കം ടു ജി ജെ വേഴ്സ്. ദിസ് ഇസ് മീ ജി ജെ. ഇന്ന് ഞാൻ കണ്ട പടം ദേ കോൾ ഹിം OG ആണ്. പവൻ കല്യാണാണ് നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ അയ്യപ്പൻ കോശിയുടെ റീമേക്ക് ആയിട്ടുള്ള ഭീംല നായക കണ്ടിരുന്നു. അപ്പൊ അയ്യപ്പൻ കോശിയിൽ ബിജുമേനോൻ ആ ക്യാരക്ടറിനെ എന്തൊരു സട്ടിലായിട്ടാണ് പ്ലേ ചെയ്തിട്ടുള്ളത്, അതിനെ ഭയങ്കര ഓവറായിട്ടാണ് പവൻ കല്യാൺ പ്ലേ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിന് വേറൊരു സിനിമയും കാണാനായിട്ട് മെനക്കെട്ടിട്ടില്ല. പക്ഷേ ഈ ഒരു സിനിമയുടെ ഫയർ സ്റ്റോം, എന്താ ഹംഗറി ചീറ്റ എന്ന് പറഞ്ഞിട്ടൊരു സോങ് വന്നിരുന്നു. തമനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ മനസ്സിലാച്ചു, ബാലയ്യ, അതായത് ആർക്കും ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഓവർ ആക്ട് ചെയ്യുന്ന ബാലയ്യയെ കൊണ്ട് പോലും ഒരു കിട്ടില്ലം ഒരു ഹിറ്റ് അടുപ്പിച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കരിയറിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ആയിട്ടുള്ള ആക്കു മഹാരാജ് ചെയ്ത് കൊടുത്ത തമനാണ് ഇതിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നതെന്ന് കേട്ടപ്പോഴത്തേക്ക് ഞാൻ വിളിച്ചു, ഓക്കെ, എന്തെങ്കിലും ഒരു സംഭവം ഇരിക്കും. പിന്നെ ആ ഒരു ഹംഗറി ചീറ്റ പാട്ടും നൈസായിട്ടുണ്ടായിരുന്നു. ദെൻ ട്രെയിലർ വന്നു. ട്രെയിലറും നൈസായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് ആ ഒരു മ്യൂസിക് കാര്യങ്ങളൊക്കെ ബ്ലെൻഡ് ചെയ്തിട്ട്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഓക്കെ, എന്തായാലും ഈ സിനിമ കണ്ടേക്കാം. അങ്ങനെ മെനക്കെട്ട് ഇന്ന് രാവിലെ പോയി ഈ സിനിമ കണ്ടു കഴിഞ്ഞു. സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും സാഹോ എന്ന് പറഞ്ഞിട്ട് പ്രഭാസിന്റെ ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡയറക്ടറായിട്ടുള്ള സുജിത്താണ് ഇതിന്റെ ഡയറക്ടർ. സോ അത് സാഹോ ഒരു വലിയ ഹിറ്റ് ആയില്ലെങ്കിലും പ്രഭാസിനെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് ലുക്കിൽ പ്രസന്റ് ചെയ്യുകയും കുറച്ച് എന്താ പറയുക സാധാരണ കണ്ടുവരാത്ത രീതിയിലുള്ള സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയായിരുന്നു സാഹോ. നമ്മുടെ ഈ ഒരു ദേ കോൾ ഹിം OG. സോ നമുക്ക് അതിനെ ചുരുക്കി OG എന്ന് പറയാം. OG സിനിമയിലോട്ട് വരുമ്പോഴത്തേക്കും പവൻ കല്യാണിന്റെ ശരിക്കും ഒരു ഫാൻ ആയിട്ടുള്ള ഒരാൾ ചെയ്തൊരു സിനിമ പോലെ, ഫാൻ ബോയ് പണ്ണൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ എടുത്തൊരു സിനിമയാണ് നമ്മുടെ OG എന്ന് പറയുന്നത്. പേട്ട എന്ന് പറഞ്ഞിട്ടൊരു സിനിമയിൽ രജനീകാന്തിന് വേണ്ടി നമ്മുടെ കാർത്തിക് സുബ്രാജ് ചെയ്തു കൊടുത്ത പോലെ അത്രയും ആ ഒരു പർട്ടിക്കുലർ ആക്ടറിനേക്കാൾ ഉപരി ആ ഒരു സ്റ്റാറിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിനിമയാണ് ദേ കോൾ ഹിം OG. പവൻ കല്യാണിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ അവരുടെ ഡെപ്യൂട്ടി CM പോലത്തെ ഒരു പോസ്റ്റ് ഇരിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു പോസ്റ്റിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു കൈൻഡ് ഓഫ് ഒരു ഫാൻ പവർ ഉണ്ട് ആ പൊളിറ്റിക്സ് സൈഡിൽ നിന്ന്. അല്ലാതെ അദ്ദേഹം പണ്ട് ഒരുപാട് ഹിറ്റ് സിനിമകളും മറ്റും ചെയ്തിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല ഫാൻസ് ഉണ്ട്. ഇന്നിപ്പോൾ ഈ സിനിമയ്ക്ക് പോയപ്പോഴാണെങ്കിലും ആ ഒരു ഭാഷ തെലുങ്ക് പറയുന്ന ഒരുപാട് ആൾക്കാർ തിയേറ്ററിലുണ്ടായിരുന്നു. അവരെല്ലാം ഭയങ്കര ഒരു എക്സൈറ്റഡ് ആണ് ഇദ്ദേഹം വരുമ്പോൾ തന്നെ. നമുക്ക് കൊള്ളാം, ഇദ്ദേഹം വരുമ്പോൾ നല്ല ഓറയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ലുക്കാണ്, സ്റ്റൈലായിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയി നിൽക്കാനും ഇപ്പോൾ ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്ത് നിൽക്കാനും ഒക്കെ ഓക്കെയാണ്. പക്ഷെ അപ്പോഴാണെങ്കിൽ ഒരു ചെറിയൊരു കൂനൊക്കെ ഉണ്ട്, തോളിങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് പുള്ളിയുടെ. നമ്മളിപ്പോൾ നേരെ നിൽക്കുകയാണെങ്കിൽ പുള്ളിക്ക് ചില സമയത്ത് നേരെ നിൽക്കുകയാണെങ്കിൽ ചില സമയത്തേക്ക് തോളും കൊണ്ട് ഇങ്ങനെ കൂനിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രെയിം കുളമാവും. കിടിലം ഡ്രസ്സും അടിപൊളി തോക്കും കത്തി കൊടുത്ത് നിർത്തിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ കൊണ്ടുപോയി കൂനി കഴിഞ്ഞാൽ അതങ്ങ് പോയില്ലേ, ആ ഒരു കൈൻഡ് ഓഫ് ഫീല് പല സീനുകളിലും തോന്നി. സോ നമുക്കിതൊക്കെ മാറ്റിയിട്ട് നേരെ റിവ്യൂലോട്ട് പോകാം. സിനിമ എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു സ്റ്റോറിയാണ്. കുറേ നാളായിട്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന ഒരു ഗാങ്സ്റ്റർ പെട്ടെന്നൊരു പർട്ടിക്കുലർ ഇൻസിഡന്റ് ഉണ്ടാകുമ്പോഴത്തേക്കും ശരി, ഞാൻ തിരിച്ചു വരാൻ തീരുമാനിക്കുന്നു, തിരിച്ചു വരുന്ന പരിപാടികൾ. ഇതാണ് ആ ഒരു സിനിമയുടെ ബേസിക് സ്റ്റോറി ലൈൻ. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് സ്റ്റോറി കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഒരുപാട് ഞാൻ റിവീൽ ചെയ്യുന്നില്ല. കാരണം ഇതൊരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തൊരു സിനിമയാണ്. ഒരിക്കലും ഒരു OTT കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. തിയേറ്ററിലാകുമ്പോഴത്തേക്കും ഇതൊരു വമ്പൻ ബ്രഹ്മാണ്ഡ രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഓരോ സീനുകളിലും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റേ ആ ഒരു നിങ്ങൾ ട്രെയിലർ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിനകത്തൊരു വയൽ കത്തിക്കുന്ന പോലത്തെ ഒരു സീനുണ്ട്. അപ്പോൾ അതുപോലെ ഇങ്ങനെ അത്തരം വലിയ വലിയ ഒരുപാട് സീനുകളുള്ള KGF സ്റ്റൈലിലാണ് ഇതിൻ്റെ പല പരിപാടികളും പോകുന്നത്. അതൊക്കെ നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിക്കൊണ്ടിരുന്ന ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, ഈ നടന് പകരം മറ്റൊരാളായിരുന്നെങ്കിലെന്ന്. കാരണം പവൻ കല്യാൺ ഓക്കെ ശരി, നമുക്കറിയാം അവിടുത്തെ വലിയ സ്റ്റാറാണ്, കാര്യങ്ങളാണ്, എല്ലാം ഓക്കെ. പക്ഷെ പുള്ളിക്ക് അഭിനയിക്കുന്ന കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും പുള്ളി വലിയൊരു കിട്ടില്ല നടനൊന്നുമല്ല. ഒരു ഭയങ്കര ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു നടനായിട്ടാണ് ഫീൽ ചെയ്തത്. ആ ഒരു സ്ഥാനത്ത് ആ ഒരു അത്രയും അടിപൊളി കോസ്റ്റ്യൂം ഇട്ടിട്ട് ഞാൻ മനസ്സിൽ ഒരുപാട് പേരെ സങ്കല്പിച്ചു. മോഹൻലാൽ, മമ്മൂട്ടി, രജനീകാന്ത്, സുരേഷ് ഗോപി, മലയാളം, തമിഴ്, എല്ലാ ഭാഷയിലെ ആരെ കൊണ്ട് നിർത്തിയാലും ഇതിനേക്കാളും നന്നായിട്ട് പെർഫോം ചെയ്യും. അതാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു സിനിമ കണ്ടപ്പോഴത്തേക്ക്. ഈ ഒരു നടന് ലുക്കും കുഴപ്പമില്ലാത്ത ലുക്കാണ്. പിന്നെ ഈ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നിൽക്കുമ്പോഴത്തേക്കും കൊള്ളാം. പക്ഷേ അഭിനയത്തിലോട്ട് കിടക്കുമ്പോഴത്തേക്കും പുള്ളി അങ്ങ് ഡൗൺ ആയി പോവുകയാണ്. ഇപ്പം നമ്മുടെ ഇതിനകത്ത് തന്നെ ഒരു സ്പോയിലർ അല്ല, ഒരു യക്കൂസ കൈൻഡ് ഓഫ് കൺസെപ്റ്റാണ് ഇതിലും വന്നിരിക്കുന്നത്. നമ്മുടെ കമലഹാസൻ മറ്റേതിൽ പോയിട്ട് യക്കൂസ ആയി മാറി, അതുപോലത്തെ യക്കൂസ അല്ല, ഇതിൽ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെ യക്കൂസയായി കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പം അത്തരത്തിലൊരു യക്കൂസ കൈൻഡ് ഓഫ് ഒരു സാധനം വേഷമൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും ആ സ്ഥാനത്ത് വേറെ ഏത് നടനായിരുന്നെങ്കിലും അതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്ത് അല്ലെങ്കിൽ ആ ഡ്രസ്സിന് നന്നായിട്ട് ക്യാരി ചെയ്യാൻ പറ്റി. പിന്നെ പുള്ളി ഇങ്ങനെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അതങ്ങ് ഒരുമാതിരിയായി പോകുന്നുണ്ട്. പിന്നെ ഒരുപാട് ആക്ടേഴ്സ് മലയാളത്തിൽ നമ്മുടെ സുദേവ് ഒക്കെ ഉണ്ട്, സുദേവ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹരീഷ് ഉത്തമൻ കൽക്കിയിലൊക്കെയുള്ള പുള്ളി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ നിന്ന് അവർ രണ്ടുപേരെയാണ് ശ്രദ്ധിച്ചത്. പിന്നെ
നമ്മുടെ ഇവരുണ്ട് അർജുൻ ദാസ് അടിപൊളി ഒരു നല്ല റോളാണ്. അദ്ദേഹം അത് നല്ലപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രകാശ് രാജ് ഉണ്ട്. പിന്നെ ഇതിൽ വൺ ഓഫ് ദ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഇമ്രാൻ ഹഷ്മിക്ക് കൊടുത്തിരിക്കുന്നത്. ഇമ്രാൻ ഹഷ്മി നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു വെച്ചിട്ടുണ്ട്. അദ്ദേഹം ആ ഒരു ഓഡിയോ ലോഞ്ചിലൊക്കെ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്, വളരെ സിമ്പിളായിട്ട് പാവമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ സിനിമയിലേക്ക് വന്നപ്പോഴത്തേക്കും കൊടുത്ത ക്യാരക്ടറിന് 100% ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഒരു വില്ലൻ ടോൺ വരുന്ന ക്യാരക്ടർ ചെയ്തിട്ട് കുറച്ച് നാളായി. സോ അത് കണ്ടപ്പോഴത്തേക്കും ഒരു സന്തോഷം തോന്നി. നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് കട്ടക്ക് നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു വില്ലനാണ്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട സാധനം, അല്ലെങ്കിൽ ഈ സിനിമയുടെ നട്ടെല്ല് അല്ലെങ്കിൽ ഹീറോ എന്ന് പറയുന്നത് തമൻ്റെ മ്യൂസിക്കാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ ഒരു സിനിമ കാണാനായിട്ട് പ്രധാന കാരണമായത് ഈ തമൻ്റെ മ്യൂസിക്കാണ്. നമ്മുടെ ദാക്കു മഹാരാജ് എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടത്, അതിൽ ഒരുപാട് സംഭവങ്ങളും പരിപാടിയൊന്നുമില്ല, എന്താ പറയുക, കുറേ ഓവറായിട്ടുള്ള സീനുകളും കാര്യങ്ങളും ഒക്കെയാണ്. എങ്കിലും ഈ ഒരു BGM വെച്ചിട്ട് രക്ഷിച്ചിട്ടുണ്ട് നമ്മുടെ തമൻ. അതേപോലെ തന്നെയാണ് ഇതിലേക്ക് വരുമ്പോഴും തമൻ്റെ കത്തിക്കൽ, തിയേറ്റർ മൊത്തം കത്തുന്ന രീതിയിൽ കിട്ടിലും BGM ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതിന് ഈ പവൻ കല്യാൺ അല്ല വേറൊരാളായിരുന്നെങ്കിൽ ആ തിയേറ്റർ പൊട്ടിയാണ്. അത്രയ്ക്ക് കൈൻഡ് ഓഫ് ഒരു കിട്ടിലും BGM ആണ്. നമ്മുടെ മലൈക്കോട്ടെ വാലിബൻ ഇറങ്ങിയ സമയത്ത് ഒരു തള്ളു വന്നിരുന്നല്ലോ, തിയേറ്റർ കുലുങ്ങുന്നത്, ശരിക്കും തിയേറ്റർ കുലുങ്ങുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു BGM ആണ്. കിട്ടിലാണ്. അവിടുത്തെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെയൊക്കെ ഊപ്പാട് വരുന്ന രീതിയിലുള്ള BGM ആണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ലൂസിഫറിൻ്റെ 3ാം ഭാഗമായിട്ട് ഇനിയിപ്പോൾ വരാൻ പോകുന്ന സിനിമയിൽ ഇത്തരം ഒരു മ്യൂസിക് ഡയറക്ടറിനെ കൊണ്ട് പ്ലേസ് ചെയ്യണം, ദീപക് ദേവനെയൊക്കെ മാറ്റിയിട്ട്. കാരണം ഇയാളെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ കിട്ടിലോട്ട് എന്ത് രസമായിട്ട് ആ BGM ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് BGM ആണ് ശരിക്കും ഈ സിനിമയെ കൊണ്ടുപോകുന്നത്. നമുക്ക് ആ ഒരു മ്യൂസിക് എൻജോയ് ചെയ്യാൻ മാത്രം നമുക്ക് വേണമെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാം. അത്രയ്ക്ക് രസമുള്ള ഒരു മ്യൂസിക്കാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് സ്റ്റോറിയൊക്കെ വളരെ സിമ്പിളാണ്. നായികമാരൊക്കെ വെറുതെയാണ്, ചുമ്മാ തള്ളാനൊക്കെ ആയിട്ടാണ് നായിക. മലയാളത്തിൽ ഇപ്പോൾ നായിക പ്രാധാന്യ ചിത്രങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെയൊക്കെ ഇപ്പോഴും ഇതേപോലെ തന്നെ നായകനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഒരു നായിക, അങ്ങനെയൊക്കെയാണ് ആ സംഭവങ്ങളൊക്കെ. പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇനിയൊരു ഭാഗം കൂടെയുണ്ട്. ഇതുകൊണ്ട് ഈ സിനിമ തീരുന്നില്ല. അത് ഇനിയിപ്പോൾ എപ്പോഴിറങ്ങും, എങ്ങനെ എടുക്കും എന്നൊന്നും അറിയില്ല. അവർ എന്തായാലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു അടുത്ത ഭാഗം കൂടെ. ഇതൊരു വലിയ ഹിറ്റായി മാറുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഇത് ഹിറ്റായി മാറും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ ഒരുപാട് തെലുങ്കിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് അവരെല്ലാവരും കൂടെ എൻജോയ് ചെയ്ത് ഈ സിനിമ കാണുന്നുണ്ട്. അപ്പോൾ മറ്റൊരു നാട്ടിലേക്ക് ഇപ്പോൾ തെലുങ്കാനയിലും കാര്യങ്ങളിലൊക്കെ ഈ സിനിമ പോയി ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് അവിടെയൊക്കെ ഒരുപാട് ആൾക്കാരായിരിക്കും ഈ സിനിമ കാണാനായിട്ട് എത്തുക, ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ. സോ ഇതെന്തായാലും വലിയൊരു ഹിറ്റ് ആവുകയും ഇതിൻ്റെ അടുത്ത ഭാഗം വരികയും ചെയ്യും. അത് ദേ കോൾ ഇമോജി 2 ആണ്. ഭയങ്കര വെറൈറ്റി പേരില്ലേ. അപ്പോൾ അത് വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അങ്ങനെ ഇതൊരു ആഘോഷ മൂഡിൽ തിയേറ്ററിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ്. ഭയങ്കര സംഭവമൊന്നുമല്ല. പിന്നെ തെലുങ്ക് സിനിമയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ലോജിക് എന്ന് പറഞ്ഞ സാധനം, ഫിസിക്സ്, ഗ്രാവിറ്റി, ലോജിക്ക്, പിന്നെ ജോഗ്രഫി എല്ലാം മാറ്റി വെച്ചിട്ട് സിനിമ കാണണം. കാരണം ഇതിനകത്ത് പറക്കും, തലകുത്തിനെ അടിക്കും, തറയിൽ തട്ടി തിരിച്ച് പൊങ്ങി വരും, ഇങ്ങനത്തെ എല്ലാ പരിപാടികളും നടക്കും. സോ അയ്യോ ഇതൊന്നും ശരിയല്ലല്ലോ. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ സിനിമ കാണരുത്. മറിച്ച് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ട് ചുമ്മാ ഒരു അടിപൊളി ഒരു സിനിമ കാണണം എന്ന് തോന്നുകയാണെങ്കിൽ, ഇപ്പോൾ ഗുഡ് ബാഡ് ആൻഡ് അഗ്ലി എന്ന് പറഞ്ഞ അജിത്തിൻ്റെ ഒരു സിനിമ വന്നിരുന്നു. ഒരു വസ്തുവിന് കൊള്ളാത്തൊരു സിനിമയാണ്. എല്ലാവരും കൂടെ അതിനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്ത് വയ്ക്കുകയും ചെയ്തു. ശരിക്കും ഒരു വസ്തുവിന് കൊള്ളാത്തൊരു സിനിമയാണ്. ആ ഒരു സിനിമയൊക്കെ കണ്ട് കൈയടിച്ചവർക്ക് ഇത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അതേസമയം ഇപ്പോൾ ഡാക്കു മഹാരാജ് എല്ലാവരും തള്ളി വെച്ചിട്ട് ഞാൻ കണ്ടു, എനിക്കതൊരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. അതുപോലത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇതും ഒരു ആവറേജ് ആയിട്ടുള്ള സിനിമയായിട്ട് തോന്നും. ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പവൻ കല്യാൺ അല്ലാതെ വേറെ നടനായിരുന്നെങ്കിൽ ഇതൊരു ഭയങ്കര വേറെ ലെവൽ എവിടെയോ പോകേണ്ട ഒരു സിനിമയാണ്. ശരിക്കും ആ സുജിത്തിന് പരിപാടി അറിയാം കേട്ടോ, പണി അറിയാം. ഫാൻ ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഫാൻ ബോയ് നല്ല തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ തമൻ്റെ മ്യൂസിക് എല്ലാം കൊണ്ട് നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ, എന്നാൽ ഭയങ്കര കിടിലൻ കഥയൊന്നുമല്ല, ലോജിക്കൊക്കെ മാറ്റി വെച്ചാൽ നമുക്ക് ഇരുന്ന് ഇങ്ങനെ തിയേറ്ററിൽ ഇങ്ങനെ ആസ്വദിക്കാം. അങ്ങനെ ആസ്വദിക്കാൻ പറ്റിയൊരു സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് നായകന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. നായകൻ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ വന്നു പോകും. ശരിക്കും ഇവരാ നമ്മളെ ഒരു ലൂസിഫറിലെ പാറ്റേൺ ആണ് പിടിച്ചിരിക്കുന്നത്. നായകനുണ്ട് ഇല്ല, അതായത് ബാറ്റ്മാനിലെ പോലെ ഇപ്പം ഓൾ ദ സീൻസ് ആർ അബൌട്ട് ഹിം ബട്ട് ഹീസ് നോട്ട് ആക്ച്വലി ദർ. അതുപോലെയാണ് ലൂസിഫറിലെ പോലെ ഇതിനകത്ത് നായകൻ ഉണ്ടെന്ന് പറയപ്പെടുന്നതിൽ നായകൻ അവിടെ ഇവിടെ ആയിട്ട് വന്നു പോകത്തേ ഉള്ളൂ. ആ ഫസ്റ്റ് ഹാഫിൽ ഈ പുള്ളിയെ കാണാനായിട്ട് നല്ല സ്റ്റൈലൊക്കെയാണ്, കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് വരുമ്പോഴും വെറുതെ അതിൽ ഫസ്റ്റ് ഹാഫിൽ വെറുതെ അഭിനയിക്കാനൊന്നുമില്ല. എന്നാൽ ഇന്റർവെല്ലിനോട് അടുക്കുമ്പോഴത്തേക്കും പിന്നീട് അഭിനയത്തിന്റെ പരിപാടികൾ തുടങ്ങി കൊളാവുകയും സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ അഭിനയവും സ്ക്രീൻ പ്രസൻസ് അല്ലല്ലോ, സ്ക്രീൻ ടൈമും ഒക്കെ കിട്ടുമ്പോഴത്തേക്ക് സംഭവം ഒന്ന് ഡൗൺ ആയി പോകുന്നു. പക്ഷെ എന്നാലും മൊത്തത്തിൽ ഇരുന്ന് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റിയൊരു സിനിമയാണ്. ഇതിനിപ്പോൾ റേറ്റിംഗ് കൊടുക്കാനാണെങ്കിൽ 5-ന് കൃത്യം 2.5 അതിന് മേളിലോട്ട് പോകുന്നില്ല, കറക്റ്റ് ആവറേജ്. അതിനപ്പുറത്തേക്ക് ഒന്നും നമുക്ക് കൊടുക്കാനായിട്ട് തോന്നുന്നില്ല. സോ ഇതാണ് എനിക്ക് തോന്നിയ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.
GJverse എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം കിട്ടുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജിജെ സൈനിങ് ഓഫ്. ബൈ.